പ്ലേ ചെയ്യുക, ലോക്കാക്കുക, പോക്കറ്റ് ഇടുക, കേട്ടോണ്ടിരിക്കാം. ഹായ്, എനിക്ക് ഈ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നാൽ ഈ പാട്ട് നമ്മൾ യൂട്യൂബിനകത്തൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള സംഭവമാണ് ഈ പാട്ട് കേൾക്കുന്ന ഇടയ്ക്ക് ആട് കയറി വരുന്നത്. ഭയങ്കര വെറുപ്പീര. നമ്മൾ ചിലപ്പോൾ ഒരു ഫീലായി ഇരിക്കുമ്പോഴത്തേക്കായിരിക്കും ആട് കയറി വരുന്നത്. ഞാൻ റീസെൻ്റ്ലി ഒരു കാര്യം ഞാൻ അറിഞ്ഞു, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതറിയാവുന്നവർ കാണും കേട്ടോ, അറിയാൻ മേലാത്തവർക്ക് വേണ്ടി പറയുന്നതാണേ. ബ്രേവ് എന്ന് പറയുന്നൊരു സെർച്ച് എഞ്ചിൻ ഉണ്ട്. അത് നമുക്ക് ആൻഡ്രോയിഡിലും ഐഫോണിലൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ക്രോം എന്ന് പറയുന്ന പോലെ അതിൻ്റെ ഒരു സെർച്ച് എഞ്ചിനാണ്. ഈ ബ്രേവ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് യൂട്യൂബ് കയറുവാണെങ്കിൽ ആഡ് വരത്തില്ല, പാട്ടിനും വരത്തില്ല. ഇനി സിനിമ കാണുവാണെങ്കിൽ അതിനും വരത്തില്ല ആഡ്. അതെന്താന്ന് എനിക്കറിയത്തില്ല. അത് ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഇത് അറിയുന്നത് കേട്ടോ. ബ്രേവ് വഴി നമ്മൾ യൂട്യൂബ് കയറുവാണെങ്കിൽ നമുക്ക് ആഡ് വരത്തില്ല. കണ്ടിന്യൂസ് പാട്ട്, ഇപ്പോൾ ഒരു പാട്ട് നമ്മൾ ചിലപ്പോൾ ഒരു കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് പാട്ട് നമ്മൾ സെർച്ച് ചെയ്ത് നമ്മൾ പ്ലേ ഇട്ട് കഴിഞ്ഞാൽ അത് തുടങ്ങി തീർന്ന ഒരു ആഡ് വരത്തില്ല. ഇപ്പം കഴിയുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുമെന്ന് വെച്ചു, അല്ലെങ്കിൽ ജസ്റ്റ് നെക്സ്റ്റ് അടിച്ചാൽ അടുത്ത പാട്ടിലേക്ക് പോകും. ആഡ് എന്ന് പറഞ്ഞ സാധനം ഇതിനകത്തില്ല. ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് അത് ഇടയ്ക്ക് ഈ ആഡ് കയറി വരുന്ന ഒരു അരോചകത്വം തോന്നുന്ന വ്യക്തികളാണെങ്കിൽ, നിങ്ങൾക്ക് ആഡ് വരുന്ന ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യണമെന്നില്ല. ഡയറക്റ്റ് യൂട്യൂബിൽ കയറുക. യൂട്യൂബിൻ്റെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അവർ അതിനകത്ത് പറയും, ഒരു ആടില്ല എന്നുള്ള സംഭവം പറയും. ഈ ഒരു ഫംഗ്ഷനൊക്കെ നമ്മൾ ഇതുപോലെ ഒരു പാട്ടൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഇതുപോലെ കയറി വരും, അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പോട്ടിഫൈയുടെ ഒക്കെ ഒരു പ്രീമിയം എടുത്തിട്ടില്ലാത്ത വ്യക്തിയാണെങ്കിൽ ഇടയ്ക്ക് ആഡ് കയറി വരും, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അത് ഫേസ് ചെയ്തിട്ടുള്ളവർക്ക് അത് കറക്റ്റ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ മനസ്സിലാകും. നമ്മുടെ ബ്രേവിലൂടെ ആണെങ്കിൽ വേറെ ആടൊന്നും വരത്തില്ല. നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിൽ പോകാം. അത് അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ഇത് പ്ലേ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണമെന്നില്ല. പ്ലേ ചെയ്തിട്ട് ലോക്ക് ആക്കിയിട്ട് പോക്കറ്റിൽ വെക്കാം. കാരണം സാധാരണ യൂട്യൂബൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ ലോക്കാക്കി കഴിഞ്ഞാൽ അത് ഓഫായി പോകുമല്ലോ പാട്ടൊക്കെ. ഇത് ഓഫായി പോകത്തില്ല. അതും ഒരു വലിയ സംഭവം കേട്ടോ. എന്നാൽ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഹെഡ്സെറ്റ് കുത്തിയിട്ട് പ്ലേ ചെയ്യുക, ലോക്കാക്കുക, പോക്കറ്റ് ഇടുക, കേട്ടോണ്ടിരിക്കാം. അപ്പം ഈ 3 കാര്യങ്ങൾ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരുടെ കാര്യം കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പം പോയി ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ബൈ.